വവ്വക്കാവ് പുലിയൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ധനുമാസ തിരുവാതിരയോടനുബന്ധിച്ചുള്ള ക്ഷേത്രോത്സവ ചടങ്ങുകൾ നടന്നു. അഷ്ടോത്തരയാർച്ചനോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പാർവതി പരമേശ്വര പ്രീതിക്കായും ദീർഘമാംഗല്യത്തിനുമായാണ് സ്ത്രീകൾ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് എന്നാണ് സങ്കല്പം. പരമശിവന്റെ പിറന്നാളായതുകൊണ്ടാണ് ധനുവിലെ തിരുവാതിര ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിലെ ചടങ്ങുകളെക്കുറിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ സെക്രട്ടറി ആർ ധനരാജൻ. പുലിയൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുനടയിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി, മാതൃസമിതിയുടെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും ഒക്കെ സഹകരണത്തോടുകൂടി തിരുവാതിര മഹോത്സവം, പ്രത്യേകിച്ച് ധനുമാസ തിരുവാതിര മഹോത്സവം എല്ലാ വർഷവും നടത്തുന്നത് പോലെ ഈ വർഷവും പൂർവാധികം ഭംഗിയായി നടക്കുകയാണ്. അപ്പോൾ ശ്രീ പരമേശ്വരൻ്റെ, ശിവഭഗവാന്റെ തിരുനാളായിട്ടുള്ള ഈ തിരുവാതിര ദിനം പാർവതീദേവി എപ്രകാരമാണോ തൻ്റെ ഭർത്താവിൻ്റെ ആയുസ് നീട്ടിക്കിട്ടുവാൻ വേണ്ടി ശാസ്ത്രവിധി പ്രകാരം എന്തെല്ലാം കർമ്മങ്ങളാണോ വ്രതങ്ങളാണോ അനുഷ്ഠിച്ചത്, അതിനെ അനുസ്മരിക്കുന്ന രീതിയിൽ നമ്മുടെ അമ്മമാർ, സഹോദരിമാരൊക്കെ അവരുടെ ഭർത്താക്കന്മാർക്ക് ആയുസ്സും ദീർഘായുസ്സും അതേപോലെ ആരോഗ്യവും ഐശ്വര്യവും നീട്ടിക്കിട്ടുവാനും, ഇനി അവിവാഹിതരാണെങ്കിൽ അവർ നല്ല വരന്മാരെ ലഭിക്കുന്നതിന്, സൽഗുണ സമ്പന്നന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ ലഭിക്കുന്നതിനും വേണ്ടി ഉള്ള പാതിരാപ്പൂ ചൂടൽ, കൊടുവേലി പൂവൊക്കെ വെച്ചുകൊണ്ട് പാതിരാപ്പൂ ചൂടൽ, അതേപോലെ എട്ടങ്ങാടി നിവേദ്യം, അങ്ങനെ ഉള്ള പിന്നെ തിരുവാതിരകളി, മഹത്തായ തിരുവാതിരകളി. പിന്നെ ഈ തിരുവാതിരയെക്കുറിച്ച് തന്നെ പറയുന്നത് എങ്ങനെയാണ്, കുടിച്ച് ചുട്ടു തിന്നുക, അതേപോലെ വെട്ടിക്കുടിക്കുക, പിന്നെ കൈകൊട്ടി രസിക്കുക എന്നുള്ളതാണല്ലോ. ചുട്ടു തിന്നുക എന്ന് പറഞ്ഞാൽ ഇവിടെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ചുട്ടു തിന്നുന്ന ഒരു പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആരോഗ്യ സംരക്ഷണമാണ്, ഔഷധ വീര്യം നമ്മുടെ ശരീരത്തിന് ലഭിക്കുവാൻ വേണ്ടി ഈ ധനുമാസ രാവുകൾ വളരെയധികം തണുപ്പുണ്ടായാലും മകരമാസത്തിൻ്റെ കുളിരിനെയും ഒക്കെ തൃണവൽഗണിച്ചുകൊണ്ട് തന്നെ ഈ ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള നേട്ടം ലഭിക്കുന്ന തരത്തിൽ ഉള്ള ആചാര അനുഷ്ഠാനങ്ങൾ. പിന്നെ എട്ടങ്ങാടി നിവേദ്യം എന്ന് പറയുമ്പോൾ തന്നെ 8 കിഴങ്ങ് വർഗ്ഗങ്ങൾ പ്രത്യേക അനുപാതത്തിൽ ശർക്കരയൊക്കെ ചേർത്ത്, എള്ളും ഒക്കെ വറുത്ത്, അതുപോലെ വൻപയറും ഒക്കെ വറുത്ത് ഇവിടെ നമ്മുടെ സഹോദരിമാർ, അമ്മമാർ ഭക്തിപൂർവ്വം എല്ലാവർക്കും നൽകുന്നു. പിന്നെ അവർ ഉല്ലസിച്ചുകൊണ്ട് തിരുവാതിര കളിക്കുന്നു. എത്ര മനോഹരമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ് നമ്മുടെ തിരുവാതിരയുടെ ഭാഗമായി നടക്കുന്നത്. അപ്പോൾ അതിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഇവിടുത്തെ തന്നെ ശാഖാസമിതി പ്രസിഡന്റ്, സെക്രട്ടറി ഓമനക്കുട്ടൻ പിള്ളച്ചേട്ടൻ, അതേപോലെ തന്നെ രാജൻ പിള്ളച്ചേട്ടൻ, അങ്ങനെയുള്ളവരുടെ എല്ലാ സഹായത്തിലൂടെയും മാതൃസമിതി അംഗങ്ങളുടെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെ കാര്യകർത്താവായ സുധീഷ്, ചന്ദ്രൻപിള്ള സാർ, എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ ചടങ്ങുകളൊക്കെ നടന്നു വരുന്നത്. വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിന്റെ യശസ്സിനും നെടുമാംഗല്യത്തിനു വേണ്ടിയും, വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടിയുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. പുതിയ കാലത്തിന്റെ ആഘോഷമല്ല, പഴയ കാലത്തിന്റെ ഓർമ്മകളാണ് ധനുവിലെ തിരുവാതിര. പുലർച്ചെ വ്രതം ആരംഭിച്ചാൽ അരിയാഹാരം ഒഴിവാക്കണം. കരിക്കിൻ വെള്ളം, കുറുക്ക്, എട്ടിക്കിഴങ്ങു കൊണ്ടുണ്ടാക്കിയ എട്ടങ്ങാടി പുഴുക്ക് എന്നിവയാണ് ആഹാരം. തിരുവാതിര നോൽക്കുകയാണെങ്കിൽ ഉറക്കമൊഴിയുക എന്നുകൂടിയുണ്ട്. വൈകുന്നേരങ്ങളിൽ ഉയരുന്ന തിരുവാതിര ശീലുകൾ മാത്രമാകാം ധനുവിലെ തിരുവാതിരയ്ക്ക് ഇനി ഓർത്തുവെക്കാൻ ബാക്കിയുള്ളത്. ന്യൂസ് ഡെസ്ക്, യോഗനാഥം ന്യൂസ്.